സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. ദ്വാരപാലക ശില്പപ്പാളികളുടെ കേസിലാണ് ജാമ്യം ലഭിച്ചത്. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചാൽ മാത്രമേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയൂ. ദ്വാരപാലക കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാണിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യ ഹർജി നൽകിയത്. ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷ നേതാവിന്റെ പഴയ ആവേശം കാണുന്നില്ലെന്ന് പരിഹാസവുമായി മന്ത്രി MB രാജേഷ്. UDF കാലത്തെ അഴിമതി പുറത്തുവരുമെന്ന് കണ്ടപ്പോഴാണ് ആവേശം ചോർന്നത്. വാജിവാഹനം കൈമാറിയതിനെ പോലും പ്രതിപക്ഷ നേതാവ് ന്യായീകരിക്കുകയാണെന്നും മന്ത്രി വിമർശിച്ചു. അപ്പോൾ ഇപ്പം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ എന്താണ്? ശബരിമലയുടെ കാര്യം വരുമ്പോൾ ഒരു പഴയ വീറും വാശിയും ഉത്സാഹവും കാണുന്നില്ലല്ലോ. ഞാനിത് കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചിരുന്നു. പഴയ വീറും വാശിയും ഉത്സാഹമൊന്നും പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് നേതാക്കൾക്കും കാണാത്തതെന്താ? അവർക്കൊരു ഉൾക്കിടിലം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ പ്രതിപക്ഷ നേതാവല്ലേ SITയെ നാഴികയ്ക്ക് 40 വട്ടം ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്? 2 ഉദ്യോഗസ്ഥരെ SITയിൽ ഉൾപ്പെടുത്തിയതിനെ പരസ്യമായിട്ട് വിമർശിച്ചത് ഈ പ്രതിപക്ഷ നേതാവല്ലേ? പഴയ ഉത്സാഹം കാണുന്നില്ല, പാരഡിപ്പാട്ടിലും തീരെ താല്പര്യം കാണിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരൊന്നും അതിലൊന്നും താല്പര്യം കാണിക്കുന്നില്ല. കാരണം എല്ലാവർക്കും മനസ്സിലായി, 20 കൊല്ലം മുമ്പുള്ള UDFന്റെ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം വരുന്നു എന്ന് വന്നപ്പോഴാണ് ഇപ്പോൾ പഴയ വീറും വാശിയും ശബരിമലയുടെ കാര്യത്തിൽ ഇല്ലാത്തത്. അതുകൊണ്ടാണ് പതുക്കെ പിന്നാക്കം പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ സർക്കാർ SITയെ സമ്മർദ്ദത്തിലാക്കുകയാണെന്ന് KC വേണുഗോപാൽ MP. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവോടെ സർക്കാരിന് ധാർമ്മികമായി തുടരാൻ അവകാശമില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സർക്കാരിന്റെ കൃത്യമായ സമ്മർദ്ദത്തിന് പുറത്താണ് SIT പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇതിനപ്പുറം തെളിവെന്താണ് വേണ്ടത്? ഇത്രയും ഗുരുതരമായിട്ടുള്ള കാര്യമുണ്ട്. സർക്കാരിന്റെ സത്യത്തിൽ അധികാരത്തിൽ തുടരാൻ യാതൊരു അവകാശവും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിലെ വിധി കൂടി വന്ന സാഹചര്യത്തിൽ, നിരീക്ഷണം കൂടി വന്ന സാഹചര്യത്തിൽ ഈ സർക്കാർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്ക് മുഴുവൻ ഒത്താശയും കൊടുത്ത സർക്കാരിന് ധാർമ്മികമായി തുടരാൻ യാതൊരു അവകാശവുമില്ല. വിശ്വാസികളെ അവരുടെ ഏറ്റവും വേദനിപ്പിച്ച സർക്കാരായിട്ട് സർക്കാർ മാറിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലേക്ക് ഇന്ന് വലിയ രീതിയിൽ BJP പ്രതിഷേധമുണ്ടായി. കരിക്കകത്തെ വീടിന് മുന്നിലായിരുന്നു പ്രതിഷേധം. V മുരളീധരൻ മാർച്ചിൽ പങ്കെടുത്തു. ശബരിമലയിൽ നടന്നത് വലിയ കൊള്ളയാണെന്നും അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്നും V മുരളീധരൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.